നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നാളെ, അതായത് 2024 ജൂൺ 21 തീയതി, മിഥുന മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 30 വെള്ളി ദിനം ആണ് എന്നുള്ളതൊരു പ്രത്യേകത. ലക്ഷ്മി പ്രീതികരങ്ങളായ കർമ്മങ്ങൾക്ക് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ നാളെ പൗർണമി തിഥിയുമാണ്. 30 വെള്ളിയും പൗർണമി തിഥിയും കൂടെ ചേർന്ന് വരുന്ന അപൂർവമായ ഒരു പുണ്യദിനമാണ് ജൂൺ 21 തീയതി വെള്ളിയാഴ്ച. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഈ 30 വെള്ളി ദിനത്തിൽ ലക്ഷ്മി പ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാനും നമ്മുടെ ജീവിതം സമ്പദ് സമൃദ്ധമാകാനും വളരെയേറെ ഉപകാരപ്രദമാകും എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ ആധിപത്യമുള്ള ദിവസമാണ്. ശുക്രൻ എന്ന ഗ്രഹം മഹാലക്ഷ്മിയെയും ഐശ്വര്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ മഹാലക്ഷ്മിയുടെ പ്രതീകമായ ശുക്രൻ്റെ ദിനത്തിൽ പൗർണമി കൂടെ വരുന്നത്, പൗർണമി ദേവി പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചു വരുന്നത് കൊണ്ട് നാളെ വ്രതം എടുത്ത് 30 വെള്ളി ദിനം ആചരിക്കുന്നവർക്ക് അപൂർവമായ ധനഭാഗ്യ യോഗം ഉണ്ടാകും. കടങ്ങൾ മാറാനായിട്ട് സഹായകമാണ്. അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങൾ നല്ലൊരു അളവ് വരെ പരിഹരിക്കാനായിട്ട് ഈ വ്രതം ഉപകാരപ്പെടും. പൊതുവെ നോക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചെറിയ വരുമാനക്കാർക്ക് ചെറിയ രീതിയിലുള്ള തുകകളുടെ ബുദ്ധിമുട്ട്, വലിയ ആളുകൾക്ക് അല്ലെ വലിയ ബിസിനസ്സുകാർക്ക് വൻ തുകകളുടെ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലുമൊക്കെ രീതിയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്, എപ്പോഴും അല്ലെങ്കിലും. അപ്പോൾ ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുകയും വ്രതമനുഷ്ഠിക്കുകയൊക്കെ ചെയ്താൽ ഇത്തരം ദോഷങ്ങളെല്ലാം മാറി നമുക്ക് സമൃദ്ധി ഉണ്ടാകുന്നതാണ്. അത് വളരെ സവിശേഷമാണ്. അപ്പോൾ ലക്ഷ്മി പ്രീതികരങ്ങളായ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഗുണകരമാണ്. അപ്പോൾ വ്രതം എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലായിട്ട് വ്രതം എടുക്കാം. അതല്ല, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാം. അപ്പോൾ ഈ സാത്വിക മൂർത്തികളുടെ വ്രതമായതുകൊണ്ട് അതികഠിനമായ വ്രതമൊന്നും എടുക്കേണ്ടതില്ല. നിരാഹാരമായിട്ട് എടുക്കുന്നവരും ഉണ്ട്. അത് നമ്മുടെ ശാരീരിക പ്രത്യേകതകൾ അനുസരിച്ചും ആരോഗ്യസ്ഥിതി അനുസരിച്ചും വ്രതം കൈക്കൊള്ളുക. പഴങ്ങൾ കഴിച്ച് വ്രതം എടുക്കുന്നവരുണ്ട്. അപ്പം അന്ന് പകല് ലക്ഷ്മി ദേവിയുടെ സ്തുതികളും സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ജപിച്ച് പകൽ സമയം മുന്നോട്ട് പോവുക. അതിരാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തിയിട്ട്, മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിൽ മറ്റ് മലിന ചിന്തകളൊന്നും ഇല്ലാതെ മനസ്സിന് വളരെ ശുദ്ധിയോടുകൂടി ഈശ്വരനിൽ മാത്രം അല്ലെങ്കിൽ ദേവിയിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിച്ച് കുറേ സമയം ധ്യാനത്തിലിരിക്കുക. അപ്പം മനസ്സ് ശുദ്ധമാവും. അപ്പം ശരീരത്തിൻ്റെ മാലിന്യവും മനസ്സിൻ്റെ മാലിന്യവും മാറ്റിയ ശേഷം വേണം നമ്മൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കാനായിട്ട്. എങ്കിലേ നമുക്ക് ആ ഫലം നമ്മളിലേക്ക് വരികയുള്ളൂ. അപ്പോൾ പ്രാതസന്ധിക്കും സായം സന്ധിക്കും നിലവിളക്ക് കൊളുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ പകൽ സമയത്ത് വ്രതം എടുത്ത ശേഷം വൈകുന്നേരം സന്ധിക്ക് വിളക്ക് തെളിയിച്ച ശേഷം ഓം ശ്രീയൈ നമ എന്നുള്ള മന്ത്രം ജപിക്കാം. ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്, ലക്ഷ്മി ദേവിയാണ്. ഓം ശ്രീയൈ നമ. അപ്പോൾ ആ മന്ത്രം ജപിക്കാവുന്നതാണ്. 108 തവണ ജപിക്കാം. രാവിലെയും വൈകുന്നേരവും ജപിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അത് 108 തവണ ജപിച്ച ശേഷം ലളിതാ സഹസ്രനാമം നമുക്ക് കാണാതെ അറിയാവുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റ് വരുത്താതെ നന്നായിട്ട് ജപിക്കുക. അതിനുശേഷം കനകധാരാ സ്തോത്രം, ശങ്കരാചാര്യർ എഴുതിയതാണ് കനകധാരാ സ്തോത്രം. അതിനെപ്പറ്റിയുള്ള കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ട് കാണും. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വളരെ ദരിദ്രമായ ചുറ്റുപാടുകളാണ് കാണുന്നത്. ശങ്കരാചാര്യർ ഒരു സന്യാസിയായിരുന്നു. ഭിക്ഷയ്ക്കായിട്ടൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒന്നുമില്ല. അപ്പോൾ തന്നെ ദേവിയെ പ്രാർത്ഥിച്ചു. കനകധാരാ സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ സ്വർണ്ണ നെല്ലിക്കകൾ പൊഴിഞ്ഞു എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പോൾ അത്ര ധനസമൃദ്ധി നൽകാൻ ശേഷിയുള്ളതാണ് കനകധാരാ സ്തോത്രം. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ഒരുപാട് ഐശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ധൈര്യവും മനഃശാന്തിയും മനഃശക്തിയും
എല്ലാം ബലവും എല്ലാം കൊണ്ടുവരുന്നതാണ് ലളിതാ സഹസ്രനാമം. അപ്പോൾ ഇവ രണ്ടും പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് കരകയറാനായിട്ട് ഏറ്റവും ഉചിതമാണ്. അകാരണമായിട്ട് കടബാധ്യതകൾ വന്നു ചേരാതിരിക്കാനും ദാരിദ്ര്യ ദുഃഖം വരാതിരിക്കാനും രോഗങ്ങളും മറ്റും വന്ന് കടങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ ഇത് വളരെ ഗുണകരമാണ്. ഇനി അത് ചൊല്ലാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മഹാലക്ഷ്മി അഷ്ടകം, അഷ്ടലക്ഷ്മി സ്തോത്രം, ദേവീ മഹാത്മ്യം, മഹാലക്ഷ്മി സ്തവം തുടങ്ങിയവയൊക്കെ ജപിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ലളിതമായിട്ട് ജപിക്കാവുന്നത് എന്ന് വെച്ചാൽ ഇതിലൊരെണ്ണം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ജപിക്കാം. ദേവീ മഹാത്മ്യമാണ് എളുപ്പമെങ്കിൽ അതിലെ മന്ത്രങ്ങൾ ജപിക്കാം. മഹാലക്ഷ്മിയുടെ സ്തോത്രങ്ങൾ ആണെങ്കിൽ അത് ജപിക്കാം. അതല്ലെങ്കിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നാലും മതിയാവും. ഓം ശ്രീയൈ നമ എന്നുള്ള മന്ത്രം ജപിച്ചാലും ഉത്തമമാണ്. ഇപ്പോൾ ഈ കനകധാരാ സ്തോത്രം തുടർച്ചയായിട്ട് ജപിക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നൊക്കെ കരകയറാൻ സാധിക്കും എന്നാണ് പഴയകാലം മുതൽ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ലളിതാ സഹസ്രനാമവും കനകധാരാ സ്തോത്രവും കൂടെ ജപിച്ചാൽ 3 ഇരട്ടി ഫലം കിട്ടും എന്നും പറയാറുണ്ട്. അതോടൊപ്പം തന്നെ പൗർണമി തിഥി കൂടെ വരുന്ന നാളത്തെ ദിവസം നമ്മൾ വൈകുന്നേരം കുളിച്ച് ശുദ്ധമായിട്ട് നിലവിളക്ക് കൊളുത്തി ദേവിയെ ധ്യാനിച്ച് ജപം ആരംഭിക്കണം. രാവിലെയാണെങ്കിൽ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സന്ധ്യയ്ക്കാണെങ്കിൽ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ചൊല്ലാവുന്നതാണ്. മനസ്സ് എപ്പോഴും ഏകാഗ്രമായിട്ട് നിർത്തി വേണം പ്രാർത്ഥിക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ ദേവിയിൽ തന്നെ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദേവിയുടെ ചിത്രം, അതിനു മുമ്പിൽ കുങ്കുമം, ചുവന്ന പുഷ്പങ്ങൾ അല്ലെ വെളുത്ത പുഷ്പങ്ങളാകാം, മഹാലക്ഷ്മി ആയതുകൊണ്ട്. ഇതൊക്കെ നമുക്ക് ലക്ഷ്മി ദേവിയുടെ സാധാരണഗതിയിൽ നമ്മളൊരു വെള്ളപ്പട്ട് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ദേവിയുടെ ചിത്രം വെച്ചിട്ട് വെളുത്ത പൂക്കൾ അർച്ചിക്കാറുണ്ട്. ദേവീ സങ്കല്പം, കുടുംബദേവത എന്നുള്ള സങ്കല്പമാണെങ്കിൽ ചുവന്ന പൂക്കളും ചിലപ്പോൾ അർച്ചിക്കാറുണ്ട്. അപ്പം അങ്ങനെ മനസ്സിൽ ദേവിയെ ധ്യാനിച്ചുകൊണ്ട് വേണം ലളിതാ സഹസ്രനാമവും മഹാലക്ഷ്മി സ്തവവും ഒക്കെ ചൊല്ലാനായിട്ട്, ദേവീ സ്തോത്രങ്ങളൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പാരായണം ചെയ്ത ശേഷം ദേവിയുടെ മുന്നിൽ 3 തവണ നമസ്കരിച്ച് ആ കുങ്കുമം പ്രസാദമായിട്ടെടുത്ത് അണിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ തൊഴുത് പുറകോട്ട് വേണം എഴുന്നേക്കാനായിട്ട്. അതുപോലെ പൂവെടുത്ത് ശിരസിൽ ചൂടുന്നതും ഉചിതമാണ്. അപ്പം നാളെ പൗർണമി ദിനം കൂടെയാണ്. ഈ പൗർണമി ദിനം മിഥുന മാസത്തിലെ പൂർണിമ ദിവസമാണ്. അപ്പോൾ ദേവീ പ്രീതിക്കായിട്ട് പൗർണമി ദിവസം പ്രാർത്ഥന നടത്തുന്നത് വളരെ ഉചിതമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേവീ മന്ത്രങ്ങളും നാമങ്ങളുമൊക്കെ ചൊല്ലി ഈ ദിവസം നമുക്ക് ചെലവഴിക്കാം. അപ്പോൾ ചന്ദ്രദോഷമുള്ളവർ, ജാതകത്തിലോ അല്ലെങ്കിൽ ഗ്രഹചാരവശാലോ ഒക്കെ ചന്ദ്രന് ദോഷമുള്ളവർ ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ചന്ദ്രദോഷം നമുക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചന്ദ്രനിലൂടെയാണ് മറ്റ് ഗ്രഹങ്ങളുടെ അനുഭവങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരു തത്വമുണ്ട് ജ്യോതിഷത്തിൽ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഉപഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രനാണല്ലോ, ഭൂമിയുടെ ഉപഗ്രഹം. അപ്പം ചന്ദ്രൻ ഭൂമിയിൽ എപ്പോഴും ആകർഷണം ചെലുത്തുന്നുണ്ട്. ഇത് വളരെ പുരാതന കാലം മുതലേ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചന്ദ്രനിലൂടെയാണ് മറ്റ് ഗ്രഹങ്ങളുടെ ഫലങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നതെന്നും ജാതകത്തിൽ ചന്ദ്രന് ബലമുണ്ടെങ്കിൽ മാത്രമേ ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് പോകൂ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചന്ദ്രൻ്റെ ഒരു പ്രത്യേകത എന്താണ്? മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ. അപ്പോൾ മനസ്സുറപ്പോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, മനസ്സിന് ചഞ്ചലത്വം ഉണ്ടാകാതെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചന്ദ്രന് ബലമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ചന്ദ്രദശ ചിലർക്ക് ദോഷകരമാണ്, ചില നക്ഷത്രക്കാർക്ക് ചന്ദ്രദശ ദോഷകരമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ദേവീ പ്രീതി വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ വ്രതം, പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വെള്ളിയാഴ്ചയും പൗർണമി വ്രതവും ചേർന്ന് വരുന്ന ദിവസമായതുകൊണ്ട് ചന്ദ്രപ്രീതിക്ക് ഉത്തമമാണ്. ഇപ്പോൾ ചന്ദ്രപ്രീതിക്കായിട്ട് നമ്മൾ പലപ്പോഴും ദുർഗാദേവിയാണ് പ്രാർത്ഥിക്കാറുള്ളത്. എങ്കിൽ പോലും ഈ സമയത്ത് ലക്ഷ്മി പ്രീതിയും കിട്ടും, ദുർഗാപ്രീതിയും കിട്ടും. ദേവിയെ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും. വിദ്യാർത്ഥികളാണെങ്കിൽ ഈ വ്രതം എടുത്തു കഴിഞ്ഞാൽ അവരുടെ വിദ്യാപുരോഗതി വളരെയേറെ ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് പഠനം തടസ്സപ്പെട്ടൊക്കെ പോകുന്നവർ ഈ വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. പൗർണമി വ്രതം എടുക്കുന്നത് നല്ലതാണ്.
അതുപോലെ മംഗല്യവതികളായ സ്ത്രീകൾ മുക്കുറ്റി പുഷ്പം സമർപ്പിച്ച ശേഷം അതെടുത്ത് ചൂടി വിളക്ക് തെളിയിക്കുന്ന സമയത്ത് അത് പ്രസാദമായിട്ട് ചൂടുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് ഈ 2 വ്രതങ്ങളും ഒന്നിച്ച് എടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തിയിട്ട് വേണം നാമങ്ങൾ ജപിക്കാനായിട്ട്. പിന്നെ ഓരോ മാസത്തിലെ പൗർണമി വ്രതത്തിന് ഓരോ ഫലങ്ങളുണ്ട്, അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ചിങ്ങമാസത്തിലെ പൗർണമി വ്രതമാണെങ്കിൽ കുടുംബ ഐക്യത്തിന് നല്ലതാണ്. കന്നിയിലെ ആണെങ്കിൽ സമ്പത്ത് വർദ്ധിക്കാൻ നല്ലതാണ്. തുലാമാസത്തിൽ എടുക്കുന്ന പൗർണമി വ്രതം രോഗനാശനത്തിന് ഉത്തമമാണ്. വൃശ്ചികത്തിലെ വ്രതം സൽകീർത്തി ഉണ്ടാക്കും, നമുക്കും നമ്മുടെ കുടുംബത്തിനും സൽകീർത്തി നൽകുന്നതാണ്. ധനുമാസത്തിലെ പൗർണമി വ്രതം ആരോഗ്യവർദ്ധനയ്ക്ക് നല്ലതാണ്. കുംഭമാസത്തിലെടുക്കുന്ന പൗർണമി വ്രതം ദുരിതനാശനത്തിന് ഏറ്റവും നല്ലതാണ്. രോഗങ്ങളും ദുരിതങ്ങളുമെല്ലാം അവസാനിക്കും. മീനമാസത്തിലെ വ്രതം ശുഭചിന്തകൾ നമുക്ക് ധാരാളമായിട്ട് കൊണ്ടുവരുന്നതിനും ജീവിതത്തിന് ശുഭത്വം നൽകുന്നതിനും ഉചിതമാണ്, നമുക്കും സന്താനങ്ങൾക്കുമൊക്കെ. മേടമാസത്തിലെ വ്രതം ധനധാന്യ വർധനയ്ക്ക് ഏറ്റവും ഉത്തമമാണ്. ഇടവമാസത്തിലെടുക്കുന്ന പൗർണമി വ്രതം വിവാഹ തടസ്സം മാറാൻ ഉത്തമമാണ്. മിഥുനമാസത്തിലെ വ്രതം പുത്രഭാഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ്. കർക്കിടക മാസത്തിലെ വ്രതം കുടുംബത്തിൻ്റെ ഐശ്വര്യവർദ്ധനയ്ക്ക് കാരണമാകും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വ്രതഫലങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം മിഥുനമാസത്തിലെ പൗർണമി വ്രതമാണ് നാളെ വരുന്നത്. അപ്പോൾ സന്താന യോഗം ആഗ്രഹിക്കുന്നവർ, സൽസന്താനം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവർ ഈ വ്രതം എടുക്കുക. ആഹാരം കഴിക്കാതെ എടുക്കണമെന്ന് പറയുന്നില്ല, കാരണം ആരോഗ്യത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് മാത്രം വ്രതത്തിൻ്റെ ചിട്ടകൾ കൈക്കൊള്ളുക. നമ്മുടെ ഒരു അന്ധവിശ്വാസം എന്നുള്ള നിലയ്ക്ക് ഒന്നും കഴിക്കാതെ 3 ദിവസം ഇരിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടല്ല ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത്. പ്രത്യേകിച്ചും ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശരീര പീഡ വരാൻ പാടില്ല. ചിലർക്ക് സ്വതവേ ഒന്നും കഴിച്ചില്ലെങ്കിലും ഈ വ്രതം മുഴുവൻ മനസ്സർപ്പിച്ച് അനുഷ്ഠിക്കാൻ സാധിക്കും. ചില ആളുകൾക്ക് വയറ് കാഞ്ഞിരുന്നാൽ, അല്ലെങ്കിൽ വയറ്റിലൊന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ വ്രതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരും. അങ്ങനെയുള്ളൊരു വ്രതം എടുത്തിട്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മുടെ ശാരീരിക സ്ഥിതി അനുസരിച്ച് മാത്രം വ്രതത്തിൻ്റെ രീതി കൈക്കൊള്ളുക. ചിട്ട അനുസരിച്ചാണ് ഈ നിരാഹാരം വ്രതം എന്ന് പറയുന്നത്. പിന്നെ അപ്പം പുത്രഭാഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ പുത്രഭാഗ്യം ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വ്രതം അവരവരുടെ ആരോഗ്യം അനുസരിച്ചുള്ള ചിട്ടകളോടെ എടുത്തിട്ട് ഒരു മന്ത്രം ജപിക്കാനുണ്ട്. ഓം ഹ്രീം ശ്രീം ക്ലീം സന്താനലക്ഷ്മി നമഃ. സന്താനലക്ഷ്മി എന്നുള്ള സങ്കല്പത്തിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നു. അഷ്ടലക്ഷ്മികളിൽ ഒന്നാണ് സന്താനലക്ഷ്മി. ഓം ഹ്രീം ശ്രീം ക്ലീം സന്താനലക്ഷ്മി നമഃ. ഈ മന്ത്രം 18 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് ശുദ്ധമായ മനസ്സോടെ ഈ മന്ത്രം 18 തവണ വീതം ചൊല്ലുകയാണെങ്കിൽ, 108 ചൊല്ലാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഏറ്റവും കുറഞ്ഞത് 18 തവണയെങ്കിലും ചൊല്ലണം എന്നാണ് അതിൻ്റെ ചിട്ടയായിട്ട് ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അതാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ 18 തവണ ചൊല്ലാം നമുക്ക്. അങ്ങനെ സന്താനം ഉണ്ടാകാൻ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർ ഒരു 7 പൗർണമി വ്രതം, അല്ലെങ്കിൽ 9 പൗർണമി വ്രതം, അല്ലെങ്കിൽ 12 പൗർണമി വ്രതം ഇത് അനുഷ്ഠിക്കുകയും ഈ മന്ത്രം ജപിക്കുകയും ചെയ്താൽ സൽസന്താന യോഗം അവർക്ക് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം പൗർണമിയും 30 വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം ദേവീപ്രീതികരമായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ജ്യോതിഷ വിശ്വാസികളായ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്നായിട്ട് വ്രതമൊക്കെ എടുക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ, സൽസന്താന യോഗം ഉണ്ടാകട്ടെ. മിഥുനമാസത്തിലെ ഈ വ്രതം നിങ്ങൾക്ക് നല്ല കുട്ടികളെ നൽകട്ടെ. നിങ്ങളുടെ ഇപ്പോഴുള്ള കുട്ടികൾ നല്ല മിടുക്കരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം.